ഒരു 4ാം ക്ലാസ്സുകാരനെ നാടകം അഭിനയിക്കാൻ മാത്തമാറ്റിക്സ് പഠിപ്പിക്കുന്ന അധ്യാപിക വിളിക്കുമ്പോൾ മനസ്സിനകത്തുണ്ടായ ഒരാശങ്ക. എൻ്റെ ആദ്യത്തെ പ്രേക്ഷക നിരൂപയായ അമ്മയുടെ അഭിനയം, ഇതിൽ നിന്ന് ഉദിച്ച സിനിമാ മോഹം, വിദൂരത്ത് നിൽക്കുന്ന സിനിമാ ലോകത്തിൻ്റെ അടുത്തേക്ക് എത്തി നിൽക്കുകയാണ് പഴുതെന്ന മൂവി സംവിധാനം ചെയ്ത് ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മൂവിയുമായി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാണ്. ആദ്യമായി ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ ഐശ്വര്യ സുഭാഷ് എന്ന LLB പഠിക്കുന്ന ഒരു വ്യക്തിയാണ് ഞങ്ങളുടെ ഈ സിനിമയുടെ പ്രൊഡ്യൂസർ. ഞങ്ങളുടെ സിനിമയുടെ ഹീറോ രജൻ കൃഷ്ണൻ. അദ്ദേഹത്തിൻ്റെ അഭിനയത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു പുതുമുഖ നായകനായിരുന്നു ആക്ഷൻ കണ്ടിന്യൂറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത് വ്യക്തമായ ധാരണയുള്ള സൂക്ഷ്മാഭിനയം കൈമുതലാക്കിയ ഡയലോഗുകൾ വളരെ വേഗത്തിൽ പഠിച്ച് പറയാൻ പറ്റുന്ന മലയാളത്തിലെ വളർന്നു വരുന്ന ഒരു കലാകാരൻ, നായികകളാണ്. സിറ്റുവേഷൻ എന്താണെന്ന് പറഞ്ഞു കൊടുത്താൽ അത് കൃത്യമായി പ്രതിഫലിപ്പിക്കാൻ കഴിവുള്ള പുതുമുഖ നായിക. അനൂപ് മറ്റൊരു പ്രധാനപ്പെട്ട വേഷം ചെയ്ത ആക്ടറാണ് അനൂപ്. അനൂപിൻ്റെ ക്യാരക്ടർ ഞങ്ങൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ ഒരു സീരിയസ് ക്യാരക്ടറാണ് സ്ക്രിപ്റ്റിനകത്ത്. പക്ഷേ അനൂപ് അതൊന്ന് ഇംപ്രൂവൈസ് ചെയ്ത് അതിനകത്ത് ഒരു നർമ്മം കൊണ്ടുവരുന്ന രീതിയിൽ ഫസ്റ്റ് ഷോട്ട് അദ്ദേഹം ഒരു ഇംപ്രൂവൈസേഷൻ നടത്തി. അത് ഞങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെടുകയും അതിനെ തുടർന്ന് അനൂപിനോട് പറഞ്ഞു ഈ ഒരു ലെവലിൽ നമുക്ക് പിടിച്ചു പോയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു തമാശ കലർന്ന ഒരു ക്യാരക്ടർ ആക്കി മാറ്റിയെടുത്തപ്പോൾ ആ സിനിമയ്ക്ക് മറ്റൊരു ഫ്ലേവർ നൽകിയ ഒരു നടനാണ് അനൂപ്. ഞങ്ങളെല്ലാം പുതിയ ആൾക്കാരാണ്. മുമ്പ് ചില ഷോർട്ട് ഫിലിമുകൾ ചെയ്തിട്ടുണ്ട്. പഴുതെന്ന ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മൂവി ഞങ്ങൾ പ്രേക്ഷകരുടെ കയ്യിലേക്ക് ജനുവരി മാസം തരികയാണ്. നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ടും അനുഗ്രഹവും ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകണം. ഞങ്ങളെന്ന് പുതിയ കലാകാരന്മാരെയും സിനിമയുടെ ലോകത്തേക്ക് കൈപിടിച്ച് നിങ്ങൾ വളർത്തുകയാണ്. എൻ്റെ പേര് രജൻ കൃഷ്ണ, കൊല്ലത്തുനിന്നാണ് വരുന്നത്. എൻ്റെ ആദ്യത്തെ ഫിലിമാണ്. സ്റ്റാലിൻ സാറുമായിട്ട് ചേർന്ന് മനോഹരമായിട്ട് ചെയ്യാൻ കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. ഇനിയും എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവും. സസ്പെൻസ് നിൽക്കുന്നത് കൊണ്ട് കൂടുതലായിട്ടൊന്നും പറയരുതെന്ന് ഡയറക്ടർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും പറയാൻ ഇപ്പോഴും പറ്റുന്നില്ല. ക്ഷമിക്കുക. എൻ്റെ പേര് നിള എന്നാണ്. സ്ഥലം ട്രിവാൻഡ്രമാണ്. ട്രിവാൻഡ്രത്താണ് വരുന്നത്. എൻ്റെയും ഡെബ്യൂ ഫസ്റ്റ് മൂവിയാണ്. ഷോർട്ട് ഫിലിംസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് റൈറ്റിങ്ങിലും ഞാൻ കൈവച്ചിട്ടുണ്ട്. ആൻഡ് എൻ്റെ ക്യാരക്ടറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഭയങ്കര നല്ലൊരു ബോൾഡായിട്ടൊരു ക്യാരക്ടറാണ്. ആൻഡ് വിമൻ സെൻട്രലൈസ്ഡ് പറയുമ്പോൾ നമ്മൾ കുറച്ചുകൂടി കൂടുതൽ വർക്ക് ചെയ്യാൻ പറ്റിയൊരു ആക്ടിങ് മോഡുള്ളൊരു ക്യാരക്ടറാണ്. കൂടുതൽ പറയരുതെന്ന് പറഞ്ഞുകൊണ്ട് എങ്ങനെ പറയണം എനിക്ക് വലിയ സാധ്യതകളെ കുറിച്ചൊന്നും പറയാൻ പറ്റില്ല. കാര്യം സസ്പെൻസ് ഉള്ളത് കൊണ്ട് ഒരുപാട് ഡീറ്റെയിൽ ചെയ്തെന്ന് പ്രത്യേക സ്റ്റാലിൻ സാറ് പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഒരു ലേഡിയുടെ ഇമോഷൻ, ഒരു സ്ത്രീയുടെ ഇമോഷൻ സൈഡ്സ് കൂടുതലായിട്ട് നമുക്ക് തരാനായിട്ട് പറ്റിയൊരു വർക്കാണ്. അത് വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ്. എൻ്റെ പേര് അനൂപ്. എൻ്റെ സ്ഥലം ചങ്ങനാശ്ശേരിയാണ്.
എൻ്റെ ഫസ്റ്റ് മൂവിയാണ്. ഇതിനു മുമ്പ് ഷോർട്ട് ഫിലിംസ് സീരിയലൊക്കെ ചെയ്തിട്ടുണ്ട്. സാർ പറഞ്ഞതുപോലെ തന്നെ എനിക്കിതിൻ്റെ അകത്ത് ഒരു കഥാപാത്രം തന്നെ 2 സ്വഭാവ രീതിയിൽ അവതരിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഞാൻ ഓരോ സീനിലും എന്തെങ്കിലും ഒരു എക്സ്ട്രാ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ ആദ്യം പേടിച്ചാണ് ചെയ്തത്. അത് കുറയും അല്ലെങ്കിൽ ആ സീൻ കട്ട് ചെയ്ത് കളയും എന്നൊക്കെ പേടിച്ചാണ് ചെയ്തിരുന്നത്. പക്ഷേ അത് അദ്ദേഹം അതെന്തെന്നില്ല, സെറ്റുള്ള എല്ലാവരും അതിനെ സപ്പോർട്ട് ചെയ്യുകയും നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. താങ്ക് യു. ചെയ്യുന്നു. കുറച്ച് ഷോർട്ട് ഫിലിമുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ ആദ്യത്തെ മൂവിയാണ്. ഇതിലൊരു പോലീസ് ഓഫീസറായിട്ടാണ് ഞാൻ കഥാപാത്രത്തെ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ എല്ലാം നന്നായി വരുമ്പോൾ പ്രതീക്ഷിക്കും. കോൺട്രിബ്യൂഷൻസ് ഉണ്ടായിരുന്നു സ്ക്രിപ്റ്റിൽ. അതായത് ഇതിപ്പോൾ പറഞ്ഞ കണക്ക് 2-3 സ്കെഡ്യൂൾസ് ആയിട്ടാണ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സെക്കൻഡ് സ്കെഡ്യൂളിൽ വന്ന സമയത്ത് എനിക്ക് പറ്റുന്ന രീതിയിലുള്ള കോൺട്രിബ്യൂഷൻസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു കൂട്ടായ്മയുടെ മൂവി. അതുകൊണ്ട് ഇവർ നായികയാണ്, ഇവർ അഭിനയിച്ചിട്ട് പോയാൽ മതി, അങ്ങനെ ഒന്നല്ല. അല്ല, അവർ നായികയായിട്ട് വന്നതാണ്. സെക്കൻഡ് ഷെഡ്യൂളിലോട്ട് പോകുമ്പോൾ ആദ്യത്തെ ഷെഡ്യൂളിൽ ഞങ്ങൾ 7 പേര് മാത്രമായിരുന്നു ഡിസ്കഷൻ. പിന്നെ രജനീകൃഷ്ണ വരുന്നു. പക്ഷേ രജനീകൃഷ്ണ സ്ക്രിപ്റ്റിലൊന്നും ഇടപെടത്തില്ല. അത് ഫുൾ ഫ്രീഡം നമുക്ക് തരും. കാരണം അദ്ദേഹത്തിന് എന്തോ നമ്മളെന്തോ പരിചയപ്പെട്ട അന്നും ഒരു ഭയങ്കര ഒരു കോൺഫിഡൻസ് ആണ്. അപ്പം അങ്ങനെ നിളയോട് നമ്മൾ എഴുത്തുകാരി ആയതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും നമുക്ക് കിട്ടുന്നെങ്കിൽ നല്ലതല്ലേ, ആ രീതിയിൽ. അല്ലാതെ നിള ഇങ്ങോട്ട് വന്ന് സ്ക്രിപ്റ്റിൽ ഇടപെട്ടതല്ല. അപ്പം ഞങ്ങൾ അങ്ങോട്ട് നിളയോട് ആവശ്യപ്പെട്ടിട്ട് നിങ്ങൾക്ക് തന്നതാണ്. ഹ്യൂമർ സംഭവങ്ങൾ കഴിഞ്ഞതിന് ശേഷം പിന്നീട് ആ മീറ്റർ പിടിക്കാൻ പറഞ്ഞു. അപ്പോൾ പിന്നെ കുറച്ച് ഉത്തരവാദിത്വം കൂടി. അതപ്പോൾ എങ്ങനെ പിന്നീട് അവസാനം വരെ ഹാൻഡിൽ ചെയ്യാൻ പറ്റിയത്? അവസാനം വരെ ഇല്ല, പിന്നീട് വേറൊരു സീരിയസ് രീതിയിലോട്ട് പോവാം. ആദ്യത്തെ കുറച്ച് ഭാഗങ്ങൾ മാത്രം. ആ കഥാപാത്രത്തെ പറ്റി സാർ പറഞ്ഞു തന്നപ്പോൾ എൻ്റെ മനസ്സിൽ കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞില്ല. ഷൂട്ട് ചെയ്ത സമയത്ത് ചെയ്ത് കാണിച്ചു, എല്ലാവരും പ്രോത്സാഹിപ്പിച്ചു. ആക്ച്വലി അത് അനൂപിൻ്റെ ഒരു ബ്രില്യൻസ് ആണ്. ആ ക്യാരക്ടർ വളരെ സീരിയസ് ആണ്. പക്ഷേ ആദ്യത്തെ കുറച്ച് ഭാഗത്ത് അതിനുള്ള സ്കോപ്പ് ഉണ്ടായിരുന്നു. അത് ഞങ്ങൾക്ക് കണ്ടെത്താൻ പറ്റിക്കുന്നതാണ്. അത് ആ ക്യാരക്ടർ എടുത്ത അനൂപിന് അത് കണ്ടെത്താൻ പറ്റിയപ്പോൾ ഇറ്റ്സ് ഗുഡ് എന്ന് ഞങ്ങൾക്ക് ഫീൽ ചെയ്യും. അതാണ് ആ ഒരു ഫ്ലേവർ കൂടെ അതിനകത്ത് വരാനുള്ള റീസൺ. ചോദിച്ചാലും ഈ പറഞ്ഞ നായകന്മാരുണ്ടെങ്കിൽ സന്തോഷമായിരിക്കും. പക്ഷേ ഈ ക്യാരക്ടറിന് പറ്റിയത് രജൻ ഭായി തന്നെയാണ്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. കാര്യം പുള്ളി ചെയ്താലേ അത് ഓക്കെ ആവുന്ന രീതിയിലാണ് ഇവർ എഴുതി വച്ചേക്കുന്നത്. പുള്ളിയുടെ മാത്രം മനസ്സിൽ കണ്ട് ചെയ്തൊരു സ്ക്രിപ്റ്റാണ്. അപ്പോൾ ഇത് വേറെ ആര് ചെയ്താലും ചിലപ്പോൾ പുള്ളി ചെയ്യുന്ന ആ ഒരു മോഡൽ വരാൻ ചാൻസസ് ഇല്ല. അതാണ് അതിൻ്റെ ഒരു സക്സസ്. മോഡൽ വഴിയല്ലേ സിനിമയിലേക്ക് വന്നത്? ഞാൻ മോഡലിംഗ് ചെയ്യുന്നുണ്ട്, ഫോട്ടോഷൂട്ട്സ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ അല്ലാതെ ഇൻസ്റ്റാഗ്രാംസിലും കുറേ അതുപോലത്തെ പരിപാടിയുണ്ട്. പക്ഷെ അതല്ലാതെ മെയിൻലി എനിക്ക് ഇവരുമായിട്ടുള്ള ഒരു കോണ്ടാക്ട് വന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷോർട്ട് ഫിലിംസ് ചെയ്യുന്നുണ്ടായിരുന്നു മുന്നേ. അപ്പോൾ ആ ഒരു റേഞ്ചിലാണ് എനിക്ക് പരിചയമുള്ളത്. അങ്ങനെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. മോഡലിംഗ് ചെയ്യുന്നുണ്ട്. ഇപ്പോഴും ആ കൂട്ടായ്മ ഉണ്ടോ, അതോ നിങ്ങൾ ഇപ്പോഴും അത് തന്നെയാണ് ചെയ്യുക? ഒരു എല്ലാ ഹെൽപ്പും കാര്യങ്ങളും ഉണ്ട്, ഒരുമിച്ച് തന്നെയാണ്. എല്ലാവരും ഒരുമിച്ച് തന്നെയാണ്. അടുത്ത മൂവി ഈ കൂട്ടായ്മയുടെ ഭാഗമാണ്. ഫേസ്ബുക്ക് എന്ന് പറഞ്ഞൊരു കൂട്ടായ്മ ഇല്ല. ഫേസ്ബുക്കിലൂടെ വന്നതുകൊണ്ടാണ് ഞാൻ ഫേസ്ബുക്കിന്റെ കൂട്ടായ്മ. അല്ലാതെ ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് ഇല്ല. അങ്ങനെ ഫേസ്ബുക്കിലൂടെ വന്നതുകൊണ്ടാണ് ഞാൻ ഈ വാക്ക് ഉപയോഗിക്കുന്നത്. ഫേസ്ബുക്കിലൂടെ ഉണ്ടായ കൂട്ടുകാർ ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ അടുത്ത ഇതിനകത്ത് ഡയറക്ടർ ഞാനല്ല, ജ്യോതിഷ് എന്ന് പറയപ്പെടുന്ന ഞങ്ങളുടെ കൂടെ തന്നെയുള്ള പുതിയ ആളാണ്. ഞങ്ങൾക്കുള്ള കൂടെ ഉള്ള എല്ലാവർക്കും പരസ്പരം അവസരങ്ങൾ കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ഡയറക്ടർ ടീമിനകത്ത് ഞാനുണ്ട്. സ്ക്രിപ്റ്റ് ഡെവലപ്മെന്റ് എല്ലാം ഉണ്ടായിരുന്നു. നായകൻ ഞങ്ങളുടെ ആഗ്രഹം, ഞങ്ങൾ എത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഉടനെ തന്നെ അവരിലോട്ട് എത്തും. ടൊവിനോയും പൃഥ്വിരാജിനെയാണ് ഞങ്ങൾ കാണുന്നത്. ഇവരെല്ലാവരും ഉണ്ടാവും. രജൻ കൃഷ്ണയ്ക്ക് ടൊവിനോയുടെ പൃഥ്വിരാജിനോടൊപ്പം നിൽക്കുന്ന ഒരു ക്യാരക്ടർ മാറ്റി വെച്ചിട്ടുണ്ട്. അനൂപിനും ഡേയ്സനും ഉണ്ട്, നിളയുമുണ്ട്. ഞങ്ങളെല്ലാം അതിൻ്റെ ഭാഗമായിരിക്കും. ഹാപ്പി ആഗ്രഹമുണ്ടായിരുന്നോ രാജേട്ടനോട്? നിളയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ചോദ്യം ചോദിച്ചല്ലേ? അല്ലേ?
നിനക്ക് അവസരം മാറ്റി കൊടുത്തു അങ്ങനെ. അല്ല നിനക്ക് ആഗ്രഹമുണ്ടോ അങ്ങനെ ഒരു രാജ്യത്തോടെ ഡീറ്റോടെ കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് ഒരു ആഗ്രഹമുണ്ടോ? ഉറപ്പല്ലേ ഇപ്പൊ ഞാനല്ല ഈ സീറ്റില് ഏത് നായികയിരുന്നാലും ഉറപ്പായിട്ടും പോകും. എനിക്ക് ആഗ്രഹം ഉണ്ടാവും, ഉറപ്പായിട്ടും ചാൻസ് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശരിക്കും ആഗ്രഹം ആരോട് അഭിനയിക്കാൻ ആരോട് ആഗ്രഹം? അങ്ങനെയില്ല, നമുക്കിപ്പം ഞാനിപ്പോ ആക്ടിങ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ സത്യം പഠിച്ചു വരുന്നതേ ഉള്ളൂ. നമ്മൾ ഈ ഫിലിംസ് ഓരോന്ന് കാണുമ്പോഴും ഒരുപാട് പേരുടെ ആക്ടിങ് കാണുമ്പോഴും നമുക്ക് തോന്നി ഇങ്ങനെ അഭിനയിക്കാൻ പറ്റുമോ നമുക്ക് ഡൗട്ട് തോന്നാറുണ്ട് പലപ്പോഴും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇപ്പൊ ഇൻഡസ്ട്രിയിലുള്ള ആരുടെ കൂടെയാണ് നമ്മൾ കിട്ടിയത് നല്ല ക്യാരക്ടേഴ്സ് കിട്ടണം എന്നാണ് ഫസ്റ്റ്. അതാണ് എൻ്റെ ഉദ്ദേശം. വലുതോ ചെറുതോ എന്നുള്ളതല്ല, കിട്ടുന്ന ക്യാരക്ടർ ഉറപ്പായിട്ട് ആ കണ്ടിറങ്ങുന്ന ആൾക്കാരുടെ മനസ്സിൽ നിന്ന് പോകരുത്. അതാണ് ഇപ്പൊ എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം. ഇതിലങ്ങനെ ഇരിക്കും ഉറപ്പാണ്, അത് ഉറപ്പാണ്, നിങ്ങൾ പറക്കത്തില്ല. ഈ സ്ക്രിപ്റ്റിന് വേറൊരു പ്രത്യേകമുണ്ട്. സ്ത്രീ കഥാപാത്രത്തിന് വളരെ പ്രാധാന്യമുള്ള ഒരു സ്ക്രിപ്റ്റ് കൂടിയാണ്. സസ്പെൻസ് അതല്ല, സ്ത്രീ കഥാപാത്രത്തിന് പ്രാധാന്യമുണ്ട് എന്ന് പറഞ്ഞല്ല സസ്പെൻസ്. ഓക്കെ, താങ്ക് യു. സ്റ്റാലിൻ സാർ പറഞ്ഞല്ലോ, എൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ്, ഞങ്ങൾ വർഷങ്ങളായിട്ട് പരിചയമുണ്ട്. അപ്പോൾ സ്റ്റാലിൻ സാർ ഒരിക്കൽ മെസ്സേജ് ചോദിച്ചു ഇങ്ങനെ സംഭവമുണ്ട് നോക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ ഓൾറെഡി സെലക്റ്റഡായി. അവിടെ ദുബായിൽ വന്ന് സംഭവം വളരെ പെട്ടെന്ന് സംഭവങ്ങൾ നടന്നിരുന്നു. അപ്പോൾ ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചതുകൊണ്ടൊക്കെ എനിക്ക് കുറച്ചും കൂടി, പിന്നെ ഇതിൽ എല്ലാവരും ഒരു കമ്പനി ആയതുകൊണ്ട്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ വലിയ നടന്മാരുടെ കൂടെയാണ് ആദ്യം ചെല്ലുന്നതെങ്കിൽ നമുക്കൊരു ഭയങ്കര ടെൻഷനായിരിക്കും, ഊഹിച്ചറിയാം. പക്ഷെ ഇവർ വളരെ കംഫർട്ടബിളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഒട്ടും സത്യം പറയാനൊരു ഭയം ഉണ്ടായിരുന്നില്ല. കാര്യങ്ങൾ സ്വാമി സാറ് പറഞ്ഞു, ചിലപ്പോൾ അത് രജൻഭായി അവർ പറയാം, ഇപ്പോൾ നിലക്കോ പറയാറുണ്ട്, ലൈസൻ അത് കുറച്ച് ഇങ്ങനെ മാറ്റി പിടിച്ചാൽ നന്നായിരിക്കും. അപ്പോൾ അവർ പറയുന്നത് അത് പരമാവധി ഞാൻ ചെയ്യുമെന്ന് തോന്നുന്നു അല്ലേ? അപ്പം അത് അങ്ങനെ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പ്രതീക്ഷയുണ്ട് കാര്യങ്ങൾ ഭംഗിയായിട്ട് വരും. ഈ വിഷ്വൽ കാണുന്ന എല്ലാ പ്രേക്ഷകരോടും ഒന്നുകൂടെ ആവശ്യപ്പെടുകയാണ്, ഈ മൂവി തിയേറ്ററിൽ ചെന്ന് കണ്ട് നിങ്ങളെപ്പോലുള്ള പുതിയ ആൾക്കാരെ സപ്പോർട്ട് ചെയ്യണം. ഇന്ന് ഇവിടെ എത്തിയ എല്ലാ സോഷ്യൽ മീഡിയയ്ക്കും പഴുതിൻ്റെ ഹൃദയമായ നന്ദി അറിയിക്കുന്നു.